ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ. പലപ്പോഴും ഒരു 40 വയസ്സ് കഴിയുമ്പോഴാണ് നമുക്കെല്ലാവർക്കും, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പലവിധ രോഗങ്ങൾ പിടിപെടുന്നത് അല്ലേ. പലപ്പോഴും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഉന്മേഷക്കുറവ്, ദേഹം വേദന, കൈകാല് മുട്ടുവേദന, തലപ്പെരുപ്പ്, പലപ്പോഴും രക്തം പരിശോധിക്കുന്ന സമയത്ത് BP കൂടുതലുണ്ട്, കൊളസ്ട്രോൾ കൂടുതലാണ്, ഷുഗർ കൂടുതലുണ്ട്, ഫാറ്റി ലിവർ ഉണ്ട്, പലവിധ ആരോഗ്യ പ്രശ്നങ്ങൾ, വയറിന് പ്രശ്നം, നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ ശരിയായിട്ട് ദഹിക്കുന്നില്ല, ഉറക്കം ശരിയായിട്ട് കിട്ടുന്നില്ല, എപ്പോഴും അമിതമായിട്ട് ടെൻഷൻ, നമ്മൾ രക്തം പരിശോധിക്കുമ്പോൾ തൈറോയ്ഡ് ഹോർമോൺ ലെവൽ ദേ പോകുന്നു. ഇങ്ങനെ പലവിധ പ്രശ്നങ്ങൾ ഇന്ന് 40 വയസ്സ് കഴിഞ്ഞവരിൽ കാണുന്നുണ്ട്. ഈ 40 വയസ്സ് കഴിഞ്ഞവർ ഈ പ്രശ്നങ്ങൾ മറികടക്കുന്നതിന് വേണ്ടി അവർ പതിവായിട്ട് കഴിക്കേണ്ട, അവരുടെ ശരീരത്തിലേക്ക് എത്തേണ്ട ചില വൈറ്റമിനുകൾ പരിചയപ്പെടുത്താം. ഈ വൈറ്റമിനുകൾ ഏതൊക്കെയെന്ന് കേട്ട് കഴിഞ്ഞാൽ ഉടൻ തന്നെ മെഡിക്കൽ സ്റ്റോറിൽ പോയി വൈറ്റമിനുകൾ വാങ്ങി കഴിക്കുക എന്നല്ല ഉദ്ദേശിക്കുന്നത്. വൈറ്റമിനുകൾ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നിങ്ങൾ ഈ 40 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പതിവായിട്ട് കഴിച്ചിരിക്കണം. ഏതൊക്കെയാണ് ഈ വൈറ്റമിൻസ് എന്ന് വിശദീകരിക്കാം. ഒന്നാമത്തത് വൈറ്റമിൻ ഡി ആണ്. വൈറ്റമിൻ ഡിയുടെ ഗുണങ്ങളെക്കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല. ഇന്ന് നമ്മുടെ നാട്ടിലുള്ള 90% പേരെയും രക്തപരിശോധനയിൽ വൈറ്റമിൻ ഡി നോക്കിക്കഴിഞ്ഞാൽ കുറഞ്ഞിരിക്കുന്നതാണ്. എന്തുകൊണ്ടാണ് എങ്ങനെ സംഭവിക്കുന്നതെന്നറിയാമോ? സാധാരണഗതിയിൽ നമ്മുടെ കരളാണ് ഈ വൈറ്റമിൻ ഡിയെ സ്റ്റോർ ചെയ്ത് സൂക്ഷിക്കുന്നത്. വൈറ്റമിൻ ഡി നമുക്ക് കിട്ടുന്നത് ഭക്ഷണത്തിൽ നിന്നും പിന്നെ സൂര്യപ്രകാശത്തിൽ നിന്നുമാണ് നമ്മുടെ സ്കിന്നിൽ ഇത് ഉണ്ടാക്കപ്പെടുന്നത്. എന്നാൽ ഒരു 40 വയസ്സ് കഴിയുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലെ ഇൻസുലിൻ മെറ്റബോളിസത്തിൽ വ്യത്യാസം വന്നാൽ പലർക്കും അറിയാമല്ലോ. 40 വയസ്സിന് അടുപ്പിച്ചായിരിക്കും ഇവർക്ക് വണ്ണ കൂടുതൽ വരുന്നത്, ശരീരത്തിൽ കൊഴുപ്പ് കൂടുതൽ അടിഞ്ഞുകൂടുന്നത്, അവർക്ക് ശരീരത്തിൽ ഇൻസുലിൻ മെറ്റബോളിസത്തിൽ വ്യത്യാസം വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ വ്യത്യാസം വരുന്ന സമയത്ത് കരളിന് വൈറ്റമിൻ ഡിയെ സ്റ്റോർ ചെയ്യാനുള്ള കഴിവ് ക്രമേണ കുറഞ്ഞു വരുന്നു. അതുകൊണ്ട് രക്തം പരിശോധിക്കുന്ന സമയത്ത് വൈറ്റമിൻ ഡി കുറഞ്ഞിരിക്കുകയും കാണാം. ഇതിൻ്റെ ലക്ഷണം എന്ന് പറയുന്നത് നമുക്ക് എല്ലുകൾക്ക് ഉറപ്പ് കുറയുന്നു, നമ്മുടെ സ്കിന്നിൻ്റെ പ്രോബ്ലം വരുന്നു, നമുക്ക് തുടർച്ചയായിട്ട് അസുഖങ്ങൾ വരുന്ന ടെൻഡൻസി വരുന്നു, മുടി പൊഴിച്ചിൽ വരുന്നു, നമ്മുടെ ശരീരത്തിൻ്റെ ഹോർമോൺ ലെവലുകൾ വ്യത്യാസം വരുന്നു. ഇങ്ങനെ പലവിധ ലക്ഷണങ്ങൾ വൈറ്റമിൻ ഡി കുറഞ്ഞാൽ കണ്ടുവന്ന് വരാം. വൈറ്റമിൻ ഡി കുറയുന്നത് പലപ്പോഴും അമിതമായിട്ട് ക്ഷീണവും കൈകാല് വേദനയും മസിൽ വേദനയായിട്ടായിരിക്കും പ്രസന്റ് ചെയ്യുന്നത് പോലും. വൈറ്റമിൻ ഡി കുറവാണോ എന്ന് അറിയുന്നതിന് നമുക്ക് രക്തപരിശോധന നടത്തി കഴിഞ്ഞാൽ ഈസി ആയിട്ട് അറിയാൻ സാധിക്കും. നിങ്ങൾക്ക് വൈറ്റമിൻ ഡി വളരെയധികം കുറവാണെങ്കിൽ നിങ്ങളൊരു ഡോക്ടറെ കണ്ടിട്ട് വൈറ്റമിൻ ഡി സപ്ലിമെന്റുകൾ എടുക്കേണ്ടി വരും. നമുക്ക് വൈറ്റമിൻ ഡി ശരീരത്തിൽ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ശരിയായിട്ട് വെയിൽ കൊള്ളുക, പാല്, ഇറച്ചി, മുട്ട പോലുള്ള ഭക്ഷണങ്ങൾ ദിവസവും കഴിക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ വെയിൽ കൊള്ളുന്നത് രാവിലെ 10 മണിക്കും 3 മണിക്കും ഇടയ്ക്കുള്ള സമയത്തുള്ള വെയിലാണ് കൊള്ളേണ്ടത്. നിങ്ങളുടെ സ്കിന്നിൻ്റെ നിറം അനുസരിച്ചാണ് വെയിൽ കൊള്ളേണ്ടത് എത്ര സമയമാണെന്ന് തീരുമാനിക്കപ്പെടുന്നത്. നിങ്ങൾ വെയിലത്ത് പോയി പൂർണ്ണമായും വെയിൽ കൊള്ളണമെന്ന് അർത്ഥമില്ല. നിങ്ങൾ സാധാരണ സൂര്യപ്രകാശം കിട്ടുന്ന ഭാഗത്തുള്ള ജോലികളൊക്കെ ചെയ്താൽ മതിയാകും. നിങ്ങൾക്ക് നല്ല നിറമുണ്ടെങ്കിൽ, നല്ല വെളുപ്പ് നിറമാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു 15 മുതൽ 20 മിനിറ്റ് വരെ ആഴ്ചയിൽ 3 ദിവസമെങ്കിലും വെയിൽ കൊള്ളുന്നത് നല്ലതാണ്. നിങ്ങൾ ഇരുനിറമാണെന്നുണ്ടെങ്കിൽ 25 മിനിറ്റ് വരെ നിങ്ങൾ ആഴ്ചയിൽ 3 ദിവസം വെയിൽ കൊള്ളുന്നത് വൈറ്റമിൻ ഡി സപ്ലിമെന്റ് കിട്ടുന്നതിന് സഹായിക്കും. നിറം കുറവാണെങ്കിൽ, ഒരു നല്ല ഇരുണ്ട നിറമാണെന്നുണ്ടെങ്കിൽ അരമണിക്കൂർ ആഴ്ചയിൽ 3 ദിവസം വെയിൽ കൊള്ളുന്നത് നല്ലതാണ്. ഈ ഒരു രീതിക്ക് വൈറ്റമിൻ ഡി നമുക്ക് പ്രത്യേകിച്ച് 40 വയസ്സ് കഴിഞ്ഞാൽ എല്ലിൻ്റെയും പല്ലിൻ്റെയും നമ്മുടെ സ്കിന്നിൻ്റെയും മുടിയുടെയും ഹോർമോണുകളുടെയും പ്രവർത്തനത്തിന് വളരെ പ്രധാനപ്പെട്ടതാണ്. രണ്ടാമത്തത് ഒമേഗ 3 ഫാറ്റി ആസിഡ് ആണ്. ഒമേഗ 3 ഫാറ്റി ആസിഡ് ഓൾറെഡി എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിന് ഗുണം ചെയ്യുന്നതെന്നുള്ളത് നിങ്ങൾക്കറിയാവുന്നതാണ്. നമ്മുടെ രക്തക്കുഴലിൻ്റെ ആരോഗ്യം മെയിൻറ്റെയിൻ ചെയ്യുന്നതിന്, നമ്മുടെ കരളിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിന്, ഹൃദയത്തിനും തലച്ചോറിലും ബ്ലോക്ക് പോലുള്ള ടെൻഡൻസി വരാതിരിക്കാൻ, ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക് എല്ലാം ചെറുക്കുന്നതിന് ഒമേഗ 3 ഫാറ്റി ആസിഡിന് കഴിവുണ്ട്. നമ്മുടെ രക്തക്കുഴലുകളുടെ ഇലാസ്റ്റിസിറ്റി, അതായത് രക്തക്കുഴലുകൾ റബ്ബർ ട്യൂബ് പോലെ വികസിക്കുകയും ചുരുങ്ങുകയും ചെയ്യുന്നതുകൊണ്ടാണ് രക്തം സുഗമമായി നമ്മുടെ ശരീരത്തിലൂടെ പോകുന്നത്. ഒമേഗ 3 ഫാറ്റി ആസിഡ് കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രക്തക്കുഴലിന് കട്ടി കൂടുതൽ വരാൻ കാരണമാകും. രക്തക്കുഴല് റബ്ബർ പോലെ ചുരുങ്ങുകയും വികസിക്കുകയും ചെയ്യില്ല. അതുകൊണ്ട് എന്ത് സംഭവിക്കും? നമ്മുടെ രക്തസമ്മർദ്ദം BP ക്രമേണ കൂടുന്നതിന് കാരണമാകും. നിങ്ങൾക്കറിയാമല്ലോ, 40 വയസ്സ് കഴിഞ്ഞാൽ ഇന്ന് BP കൂടുതലുള്ള ഒരുപാട് പേര് നമ്മുടെ സമൂഹത്തിലുണ്ട്. ഇങ്ങനെ വരുന്ന വ്യത്യാസം, രക്തസമ്മർദ്ദവും ഉയരുന്നു, ഒമേഗ 3 ഫാറ്റി ആസിഡും കുറവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ രക്തക്കുഴലിനകത്തുള്ള ലൈനിങ്ങിന് കേടുപാടുകയും വരികയും വളരെ പെട്ടെന്ന് ബ്ലോക്ക് ടെൻഡൻസി ക്രിയേറ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു. ഇത് ക്രമേണ ഹൃദയത്തിലെയും തലച്ചോറിലും ബ്ലോക്ക് ടെൻഡൻസി ഉണ്ടാക്കും. മാത്രമല്ല ഒമേഗ 3 ഫാറ്റി ആസിഡാണ് നമുക്ക് ഗുഡ് കൊളസ്ട്രോൾ HDL വർദ്ധിക്കുന്നതിന് പ്രധാനമായിട്ട് ശരീരത്തിലേക്ക് എത്തേണ്ടത്. ഒമേഗ 3 ഫാറ്റി ആസിഡ് സമൃദ്ധിയായിട്ട് അടങ്ങിയിട്ടുള്ളത് നമ്മുടെ നാട്ടിലുള്ള ഈ കടൽ മത്സ്യങ്ങൾ, ചൂര, ചാള, അയലയ്ക്കകത്ത് അടങ്ങിയിട്ടുണ്ട്. പ്രത്യേകിച്ച് അയലമീൻ സമൃദ്ധിയായിട്ട് കഴിക്കാനായിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ മീൻ എണ്ണയ്ക്കകത്ത് സമൃദ്ധിയായിട്ട് ഒമേഗ 3 ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുണ്ട്. വെജിറ്റേറിയൻസ് ആണെന്നുണ്ടെങ്കിൽ അവക്കാഡോയ്ക്കകത്തുണ്ട്, നട്ട്സിനകത്ത് ബദാം, വാൽനട്ട് പോലുള്ളവയ്ക്കകത്ത് സമൃദ്ധിയായിട്ട് അടങ്ങിയിട്ടുണ്ട്, സീഡ്സിനകത്ത് അടങ്ങിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ
നിങ്ങൾ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. എങ്കിൽ നമുക്ക് രക്തക്കുഴലിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താം, നമുക്ക് ഹൃദയത്തിനെയും തലച്ചോറിനെയും രോഗങ്ങൾ വരുന്നതിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്യാം. ഇനി മൂന്നാമത്തെ വൈറ്റമിൻ B12 ആണ്. പലപ്പോഴും അമിതമായിട്ട് വരുന്ന ശരീരം വേദന, കഴപ്പ്, ഭയങ്കര ക്ഷീണം വിട്ടുമാറാതെ നിൽക്കുന്ന സാഹചര്യത്തിൽ ഡോക്ടർമാരെ കാണുമ്പോൾ ഡോക്ടർമാർ വൈറ്റമിൻ B12 പരിശോധിക്കുകയും കുറവാണെന്ന് കാണുകയും ചെയ്യാറുണ്ട്. വൈറ്റമിൻ B12 നമ്മുടെ ആരോഗ്യത്തിനും ഉന്മേഷത്തിനും മാത്രമല്ല വർക്ക് ചെയ്യുന്നത്. നമ്മുടെ രക്തകോശങ്ങൾ, ചുവന്ന രക്താണുക്കൾ ഉണ്ടാകുന്നതിനും നമ്മുടെ DNA പ്രവർത്തനം നിങ്ങൾക്കറിയാമല്ലോ. നമ്മുടെ ഓരോ കോശങ്ങളും പ്രവർത്തിക്കുന്നതും അവിടെ നിർമ്മിക്കപ്പെടുന്നതെല്ലാം DNA അടിസ്ഥാനത്തിലാണ്. DNA പ്രവർത്തനവും ആരോഗ്യവും മെച്ചപ്പെടുത്തുന്നതിന് വൈറ്റമിൻ B12 വളരെ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. വൈറ്റമിൻ B12 കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സ്കിന്നിൻ്റെ വ്യത്യാസം വരാം, നമ്മുടെ മസിൽസിൻ്റെ ആരോഗ്യം മോശമാവും, വിട്ടുമാറാതെ ശരീരം കഴപ്പ്, ആരോഗ്യം ഉണ്ടാകത്തില്ല, ഉന്മേഷം ഉണ്ടാകത്തില്ല, ഉറക്കം ശരിയായിട്ട് കിട്ടുമോ അതുമില്ല, ഉറക്കക്കുറവ് അനുഭവപ്പെട്ടു എന്ന് വരാം, ശരീരത്തിലെ ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനത്തിന് താളം തെറ്റിച്ചു എന്ന് പറയും. ഇങ്ങനെ അനവധി ലക്ഷണങ്ങൾ കാണിക്കാറുണ്ട്. വൈറ്റമിൻ B12 നമുക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്നത് നോൺ വെജ് ഭക്ഷണങ്ങളിൽ നിന്നാണ്. നമുക്ക് അത്യാവശ്യം മീന്, ഇറച്ചി പോലുള്ളവ, മുട്ട, ഇവയെല്ലാം പതിവായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. പലപ്പോഴും 40 വയസ്സ് കഴിഞ്ഞാൽ അയ്യോ കൊളസ്ട്രോൾ എന്ന് കരുതിയിട്ട് ഇത്തരം ഭക്ഷണങ്ങൾ കഴിക്കാതിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് വേണ്ട പ്രധാനപ്പെട്ട പല വൈറ്റമിൻസുമാണ് നഷ്ടപ്പെടുന്നതെന്ന് മറക്കാതിരിക്കുക. ഇനി നാലാമത്തെ വൈറ്റമിൻ A ആണ്. വൈറ്റമിൻ A നിങ്ങൾക്കറിയാം, ചെറുപ്പം മുതലേ തന്നെ നമ്മുടെ കണ്ണുകളുടെ ആരോഗ്യത്തിനും കണ്ണുകളുടെ തിളക്കത്തിനും നല്ലതാണെന്ന് അറിയാം. അതേപോലെ തന്നെ നമ്മുടെ സ്കിന്നിൻ്റെ ആരോഗ്യത്തിനും മുടിക്കും വൈറ്റമിൻ A പ്രധാന പങ്ക് വയ്ക്കുന്നുണ്ട്. ഇന്ന് പലപ്പോഴും ഒരു 40 വയസ്സ് കഴിഞ്ഞ് സ്കിന്നിന് ചുളിവ് വരുന്നു, സ്കിന്നിൻ്റെ തിളക്കം നഷ്ടപ്പെടുന്നു, സ്കിന്നിന് കരുവാളിപ്പ് വരുന്നു, സ്കിന്ന് തൂങ്ങിപ്പോകുന്നു, മുടി പൊഴിച്ചിൽ അനുഭവപ്പെടുന്നു, നമുക്കൊരു കരുവാളിപ്പുണ്ട്, നമുക്ക് കണ്ണുകൾക്ക് തിളക്കമില്ല, ആരോഗ്യമില്ലാത്തൊരു ലുക്ക്. ഈ പ്രശ്നങ്ങളുടെ പ്രധാന കാരണം വൈറ്റമിൻ A കുറയുന്നതാണ്. മാത്രമല്ല നമ്മുടെ രോഗപ്രതിരോധ ശേഷിക്ക് വൈറ്റമിൻ A പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. വൈറ്റമിൻ A അടങ്ങിയിട്ടുള്ള ഭക്ഷണം അത്യാവശ്യം പാല്, മീന്, മുട്ട, ഇറച്ചി, ലീഫി വെജിറ്റബിൾസ്, നമ്മുടെ നാട്ടിലുള്ള ഇലക്കറികൾക്കകത്ത്, മാമ്പഴം പോലുള്ളവയ്ക്കകത്ത് വൈറ്റമിൻ A സമൃദ്ധിയായിട്ട് അടങ്ങിയിട്ടുണ്ട്. കൂടാതെ ടൊമാറ്റോ, ക്യാപ്സിക്കം, ബീഫിൻ്റെ എല്ലാം കരൾ, ഇവയ്ക്കകത്തും വൈറ്റമിൻ A സമൃദ്ധിയായിട്ട് അടങ്ങിയിട്ടുണ്ട്. ആഴ്ചയിൽ 2-3 ദിവസമെങ്കിലും ഞാൻ ഈ പറഞ്ഞ ഭക്ഷണങ്ങൾ നിങ്ങളുടെ ഫുഡിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. അടുത്ത പ്രധാനപ്പെട്ട വൈറ്റമിൻ എന്ന് പറയുന്നത് വൈറ്റമിൻ E ആണ്. വൈറ്റമിൻ E എന്ന് പറയുന്നത് ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള ഒരു വൈറ്റമിനാണ്. കൂടാതെ നമ്മുടെ സ്കിന്നിൻ്റെ ടോൺ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന്, നമ്മുടെ സ്കിന്നിൻ്റെ ഇലാസ്റ്റിസിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതിന്, നിങ്ങൾക്കറിയാമല്ലോ നമ്മുടെ സ്കിന്നിനെ ശരിയായിട്ട് ആ ചെറുപ്പം നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ സ്കിന്നിൻ്റെ വലിച്ചിൽ ഇലാസ്റ്റിസിറ്റി ശരിയായിട്ട് ലഭിക്കണം. ഇത് മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ വൈറ്റമിൻ E വേണം. കൂടാതെ നമ്മുടെ കരളിൻ്റെ പ്രവർത്തനം നോർമലാക്കുന്നതിന്, കരളിന് ഫാറ്റി ലിവർ ചേഞ്ചസ്, സിറോസിസ് പോലുള്ള ചേഞ്ചസ്, കരളിനകത്ത് ഫൈബ്രസ് ടിഷ്യൂസ് വന്ന് അടിഞ്ഞുകൂടുന്നതിന് ചെറുക്കുന്നതിന് എല്ലാം വൈറ്റമിൻ E തന്നെയാണ് ആവശ്യം. വൈറ്റമിൻ E സമൃദ്ധിയായിട്ട് ഒന്ന് നമുക്ക് ക്യാപ്സ്യൂൾ രൂപത്തിൽ കിട്ടും, അല്ലാതെ നാച്ചുറലായിട്ട് വൈറ്റമിൻ E കിട്ടുന്നത് ബദാം, വാൽനട്ടിനകത്ത് കിട്ടും. കൂടാതെ സീഡ്സിനകത്ത്, നമ്മുടെ നാട്ടിൽ കിട്ടുന്ന എല്ലാവിധ വിത്തുകൾക്കകത്ത്, സൺഫ്ലവർ സീഡ്, മത്തങ്ങ കുരു, ഇവയ്ക്കകത്ത്, കപ്പലണ്ടിക്കകത്ത് എല്ലാം ഉയർന്ന അളവിൽ വൈറ്റമിൻ E അടങ്ങിയിട്ടുണ്ട്. അടുത്ത പ്രധാനപ്പെട്ട വൈറ്റമിനാണ് വൈറ്റമിൻ B6. വൈറ്റമിൻ B6നെ പറ്റി പലരും വലുതായിട്ട് കേട്ടിട്ടുണ്ടാവില്ല. പിറിഡോക്സിൻ എന്നാണ് ഇതിന് പറയുന്ന പേര്. വൈറ്റമിൻ B6 ആണ് നമ്മുടെ നാഡികളുടെയും തലച്ചോറിൻ്റെയും പ്രവർത്തനം ഏകോപിപ്പിക്കുന്നത്. പലപ്പോഴും ഒരു 40 വയസ്സ് കഴിഞ്ഞവരിൽ കാണുന്ന വളരെ കോമൺ ആയിട്ടുള്ള പ്രശ്നമാണ് കൈകാല് തരിപ്പ്. കൈകളിലും കാലുകളിലും ഒരു മരവിപ്പ് പോലെ അനുഭവപ്പെടുക, കഴപ്പ് അനുഭവപ്പെടുക, വിരലുകൾക്ക് തരിതരിപ്പ്, കാലുകൾക്ക്, ഉള്ളംകാലിന് പുകച്ചിൽ, തരിവരിപ്പ് അനുഭവപ്പെടുക. ഇത് പലപ്പോഴും വൈറ്റമിൻ B6ൻ്റെ കുറവ് കൊണ്ട് സംഭവിക്കാം. നമ്മുടെ നാഡികളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിന്, ന്യൂറൈറ്റിസ് പോലുള്ള പ്രോബ്ലംസിനെ ചെറുക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ടത് വൈറ്റമിൻ B6 ആണ്. വൈറ്റമിൻ B6 സമൃദ്ധിയായിട്ട് അടങ്ങിയിട്ടുള്ളത് ഒന്ന് സീരിയൽസിനസ്, നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ധാന്യങ്ങൾക്കകത്ത്, പയറുവർഗ്ഗങ്ങൾക്കകത്ത്, നമ്മുടെ നാട്ടിലുള്ള ചെറുപയർ, കടല, പരിപ്പ് എന്നിവ ഒരു നേരത്തെ ഭക്ഷണമായിട്ട് ഒരു ബൗള് കഴിക്കാനായിട്ട് ശ്രമിക്കുക. മുട്ട ദിവസവും ഒരെണ്ണം കഴിക്കാനായിട്ട് ശ്രമിക്കുക. ആവശ്യത്തിന് വൈറ്റമിൻ B6 നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇനി 40 വയസ്സ് കഴിഞ്ഞവരിൽ വേണ്ട പ്രധാനപ്പെട്ട 2 ഘടകങ്ങൾ എന്ന് പറയുന്നത് കാൽഷ്യവും മെഗ്നീഷ്യമാണ്. കാൽഷ്യം എത്രത്തോളം ഉപകാരപ്പെടാമെന്ന് നിങ്ങൾക്കറിയാമല്ലോ. നമ്മുടെ എല്ലുകളുടെ ഉറപ്പിനും പല്ലുകളുടെ ആരോഗ്യത്തിനും നഖത്തിനും എല്ലാം തന്നെ കാൽഷ്യം വേണം. ഇതുകൊണ്ട് മാത്രം തീരുമോ? ഇല്ല. നമ്മുടെ മസിലുകൾ ശരിയായിട്ട് പ്രവർത്തിക്കുന്നതിന്, നമുക്ക് ആരോഗ്യം മെച്ചപ്പെടുന്നതിന്, നമുക്ക് ശരീരത്തിൻ്റെ കോർഡിനേഷന്, ഹൃദയത്തിൻ്റെ പേശികളുടെ പ്രവർത്തനത്തിന് നമുക്ക് കാൽഷ്യം അത്യാവശ്യമാണ്. കാൽഷ്യം നമ്മുടെ ശരീരത്തിൽ കുറഞ്ഞു കഴിഞ്ഞിരുന്നാൽ ഓട്ടോമാറ്റിക്കലി രക്തത്തിൽ കാൽഷ്യം കുറഞ്ഞാൽ എല്ലുകളിൽ നിന്ന് കാൽഷ്യം ശരീരം തിരിച്ച് രക്തത്തിലേക്ക് ലോഡ് ചെയ്ത് രക്തത്തിൽ കുറയാൻ നിൽക്കും. കാരണം തലച്ചോറിൻ്റെയും ഹൃദയത്തിൻ്റെയും പ്രവർത്തനം കോർഡിനേറ്റ് ചെയ്യുന്നതിന് പോലും കാൽഷ്യം ആവശ്യമാണ്. പലപ്പോഴും ശരീരത്തിന് വല്ലാത്ത കഴപ്പ്, ക്ഷീണം, ബുദ്ധിമുട്ട്, സന്ധികൾക്ക് വേദന, നിങ്ങൾ സ്റ്റെപ്പ് കയറുമ്പോഴോ ഇറങ്ങുമ്പോഴോ ചെറിയ കിടുകിട ശബ്ദം കേൾക്കുന്നു. ഇതിനെല്ലാം കാരണം കാൽഷ്യം കുറയുന്നതോ കാൽഷ്യം വലിച്ചെടുക്കുക എന്നുള്ള കഴിവ് കുറയ്ക്കുന്ന വൈറ്റമിൻ D കുറയുന്നതോ ഒക്കെ ആയിരിക്കാം. അതുകൊണ്ട് തന്നെ കാൽഷ്യം നിറഞ്ഞിട്ടുള്ള ഭക്ഷണങ്ങൾ 40 വയസ്സ് കഴിഞ്ഞവർ നിർബന്ധമായിട്ടും കഴിച്ചിരിക്കണം.
കാൽഷ്യം സമൃദ്ധിയായിട്ട് അടങ്ങിയിട്ടുള്ളത് ഒന്ന് മുട്ട, മീന്, ഇറച്ചിക്കകത്ത് അടങ്ങിയിട്ടുണ്ട്, ഇലക്കറികൾക്കകത്ത് സമൃദ്ധിയായിട്ട് അടങ്ങിയിട്ടുണ്ട്, എള്ളിനകത്ത് അടങ്ങിയിട്ടുണ്ട്. കൊച്ചു കുട്ടികൾക്ക് പോലും എള്ളുണ്ട അല്ലെങ്കിൽ എള്ള് ചേർത്ത ഭക്ഷണങ്ങൾ പതിവായിട്ട് കൊടുക്കണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. 40 വയസ്സ് കഴിഞ്ഞവർ റാഗി, മില്ലറ്റാണ്, കുവരക അല്ലെങ്കിൽ പഞ്ഞപ്പുല്ലെന്ന് വിളിക്കും, ഇത് പതിവായിട്ട് കഴിക്കണമെന്ന് പറയാൻ കാരണം അതിനകത്ത് ഉയർന്ന അളവിൽ കാൽഷ്യം അടങ്ങിയിട്ടുള്ളതുകൊണ്ടാണ്. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന എല്ലാവിധ ചെറു മത്സ്യങ്ങളും കഴിക്കുക, ഇലക്കറികളും കഴിക്കുക, നമുക്ക് ആവശ്യത്തിന് കാൽഷ്യം ലഭിക്കുന്നതായിരിക്കും. ഈ ഒരു രീതിക്ക് നിർബന്ധമായിട്ടും കാൽഷ്യം സപ്ലിമെൻറ്റ്സ് അല്ലെങ്കിൽ ഫുഡ് നിങ്ങൾ എടുത്തു പോകേണ്ടതാണ്. ഇനി അടുത്തത് മെഗ്നീഷ്യമാണ്. കാൽഷ്യം മാത്രം പോരാ, നമ്മുടെ ഹൃദയത്തിൻ്റെയും മസിലുകളുടെയും പേശികളുടെ പ്രവർത്തനത്തിന് മെഗ്നീഷ്യം വളരെ പ്രധാനപ്പെട്ടാണ്. പലപ്പോഴും ഒരു 40 വയസ്സ് കഴിഞ്ഞവരിൽ മെഗ്നീഷ്യം കമ്പാരിറ്റീവ്ലി കുറഞ്ഞു വരുന്ന കണ്ടിട്ടുണ്ട്. പലപ്പോഴും ആരും ഈ കാൽഷ്യത്തിന് കൊടുക്കുന്ന ഒരു ഇമ്പോർട്ടൻസ് മെഗ്നീഷ്യത്തിന് കൊടുക്കാറില്ല. മെഗ്നീഷ്യം നിങ്ങളുടെ ശരീരത്തിൽ കുറഞ്ഞു കഴിഞ്ഞാൽ കാൽഷ്യം കുറയുന്ന പോലുള്ള ലക്ഷണങ്ങൾ തന്നെ കാണിക്കും. ഇവിടെ കൊണ്ടും തീരുന്നില്ല, രോഗപ്രതിരോധ ശേഷി കുറയും, ഹൃദയത്തിൻ്റെ പേശികളുടെ പ്രവർത്തനത്തിനെ മോശമാക്കാൻ കാരണമാകും. അതുകൊണ്ട് മെഗ്നീഷ്യം കണ്ടന്റുള്ള ഭക്ഷണങ്ങൾ നിർബന്ധമായും കഴിക്കണം. മെഗ്നീഷ്യം ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ളത് ഹോൾ ഗ്രെയിൻസിനകത്ത്, തവിട് അടങ്ങിയിട്ടുള്ള എല്ലാ ധാന്യങ്ങൾക്കകത്തും മെഗ്നീഷ്യം അടങ്ങിയിട്ടുണ്ട്, മുട്ടയ്ക്കകത്തും മീനിനകത്തും അടങ്ങിയിട്ടുണ്ട്. സോ ഇത്തരം ഭക്ഷണങ്ങൾ നിർബന്ധമായിട്ട് ഉൾപ്പെടുത്തുക. അപ്പോൾ 40 വയസ്സ് കഴിഞ്ഞവർ നിർബന്ധമായും കഴിച്ചിരിക്കേണ്ട വൈറ്റമിൻസും മിനറൽസും ഏതാണെന്ന് ഇപ്പോൾ ഒരു ഉദ്ദേശ ഐഡിയ ഉണ്ടായിട്ടുണ്ടാവും. ഈ വൈറ്റമിൻസും മിനറൽസും അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ പതിവായിട്ട് 40 വയസ്സ് കഴിഞ്ഞവർ കഴിച്ച് തന്നെ മുന്നോട്ട് പോകണം. ഇത് മാത്രം മതിയോ? പോരാ. ശരിയായിട്ടുള്ള വ്യായാമവും ഉറക്കവും ടെൻഷൻ കുറച്ചിട്ടുള്ള ഒരു ജീവിത രീതിയും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആരോഗ്യകരമായി മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. വൈറ്റമിൻ B12 എല്ലാം കുറയുന്നതിന് അമിതമായിട്ടുള്ള ടെൻഷൻ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. നിങ്ങളുടെ ശരീരത്തിൽ കുടലിൻ്റെ ആരോഗ്യം മോശമായി കഴിഞ്ഞാൽ B12 വലിച്ചെടുക്കുന്നത് തന്നെ കുറഞ്ഞു പോകുന്ന ഒരവസ്ഥ വരാം. ഇത്തരത്തിൽ ആരോഗ്യം മെയിൻറ്റെയിൻ ചെയ്യുന്നത് നിർബന്ധമായിട്ട് 40 വയസ്സ് കഴിഞ്ഞവർ ചെയ്ത് തന്നെ മുന്നോട്ട് പോകേണ്ടത് ആവശ്യമാണ്. എല്ലാ സുഹൃത്തുക്കളുടെയും അറിവിലേക്ക് ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക. വീണ്ടും മറ്റൊരു അവസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം. ബൈ.